ഇനി കൊച്ചിയിലേക്ക് പോവുകയാണ്. കൊച്ചിയിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായിട്ട് തന്നെ തുടരുന്നുണ്ട്. മഴയും ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഗതാഗതവും സ്തംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായിട്ട് രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടിലാവുന്ന അവസ്ഥയാണ് കൊച്ചിയിൽ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ്. വെള്ളം ഇതുവരെയും ഇറങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ ഇന്നും ഇന്നലെയുമായിട്ട് മഴ തുടർന്നുകൊണ്ടേയിരിക്കുന്നൊരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ രേഷ്മ എവിടെയാണ് നിൽക്കുന്നത്? അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെ? രജനി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളി പാലാരിവട്ടം ഭാഗത്ത് തന്നെയാണ്. കനത്ത മഴയാണ് കൊച്ചിയിലെമ്പാടും തുടരുന്നത്. കളമശ്ശേരിയിൽ ഇന്നലത്തേന് സമാനമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. അവിടെ നിരവധി വീടുകളിൽ നിലവിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചമ്മൽ ശാന്തിപുരം കോളനിയിലും വീടുകളിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതേ അവസ്ഥ തന്നെയാണ് പടമുകൾ ഭാഗത്തും. നിലവിൽ കാക്കനാട് പടമുകൾ ഭാഗത്ത് ഒരു വീടിന് ബലക്ഷയം ഉണ്ടായിട്ടുണ്ട്. വീടിന്റെ ചുറ്റുമതിൽ കുളത്തിലേക്ക് വീണു എന്നാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ കളമശ്ശേരി ഭാഗങ്ങളിൽ കനത്ത മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്. പുത്തൻകുരിശി കോലഞ്ചേരി ഭാഗങ്ങളിലും മഴ ശക്തമായിട്ടുണ്ട്. കൊച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതോടൊപ്പം തന്നെ കലൂർ സ്റ്റേഡിയത്തിന്റെ ഭാഗവും വെള്ളത്തിനടിയിലാണ്. വീടുകളിലും അതോടൊപ്പം തന്നെ കടകളിലും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും എത്രത്തോളം താഴ്ന്ന പ്രദേശങ്ങളടക്കം മുട്ടും കഴിഞ്ഞ് അരയാൾ പൊക്കത്തിൽ വെള്ളം ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയപാതയിൽ എമ്പാടും വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയ മഴ പെയ്താൽ പോലും ഓടകളും പാലകളും നിറഞ്ഞു കവിഞ്ഞ് ആയിട്ടുള്ള ജലം വീടുകളിൽ അടക്കം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. മിക്ക പ്രദേശങ്ങളും പ്രത്യേകിച്ച് 15ഓളം സ്ഥലങ്ങൾ സ്ഥിരം വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ള സ്ഥലങ്ങളാണ്. കാര്യമായിട്ടുള്ള ഇടപെടലുകൾ അധികൃതരുടെ ഭാഗത്തൊന്നും ഉണ്ടാകാറില്ല. മഴക്കാല പൂർവ്വ ശുചീകരണം പലപ്പോഴും പാളിപ്പോകുന്ന കാഴ്ചയാണ് കൊച്ചിയെ സംബന്ധിച്ച് പറയാനുള്ളത്. ഈ കൊച്ചിയിലെ വെള്ളക്കെട്ട് വിഷയത്തിൽ ഹൈക്കോടതി അടക്കം രൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തിയിട്ട് കൂടി ഓരോ മഴ പെയ്യുമ്പോഴും കൊച്ചിയിലെ നിവാസികളുടെ ദുരിതം ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. കളമശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം 400ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. അവിടുത്തെ വീടുകളിൽ ഈ മഴ പെയ്ത് അത് മഴ ശമിച്ചതിന് ശേഷം ആ വീടുകൾ വൃത്തിയാക്കിയതിനു ശേഷം അവിടെ താമസ യോഗ്യമാക്കിയ സമയത്ത് കൂടിയാണ് വീണ്ടും കനത്ത മഴ പെയ്തത്. അപ്പോൾ തന്നെ വീണ്ടും ഈ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ നിരന്തരം മഴ പെയ്ത് കഴിഞ്ഞു പ്രത്യേകിച്ച് കാലവർഷം കൂടി എത്തുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ദുരിതാവസ്ഥയിലേക്ക് കൊച്ചി നിവാസികൾ പോകും. എന്തായാലും ചാലുകളും അതോടൊപ്പം തന്നെ തോടുകളും ശുചീകരിക്കാത്തത് തന്നെയാണ് ഈ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. പേരന്തൂർ മുല്ലശ്ശേരി കനാലുകളുടെ നീരൊഴുക്ക് തടസ്സപ്പെടുന്നത് MG റോഡ് അടക്കമുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു MG റോഡ് അടക്കമുള്ള ഭാഗങ്ങളിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട്. വീടുകളിലും കടകളിലും കൊച്ചിയിൽ മഴ കനക്കുക തന്നെയാണ്. റോഡോ തോടോ എന്നറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു. ദുരിതക്കാഴ്ച തന്നെയാണ് കൊച്ചിയിൽ നിന്നും രേഷ്മ റിപ്പോർട്ട് ചെയ്തത്.